إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا يا أيها الإخوان والأخوات ഊസിക്കും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബിൻ്റെ വിധി വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് മുത്തഖിയായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്ത വിഷയം ഉഖുവത്തുൽ ഇസ്ലാം, ഇസ്ലാമിലെ സാഹോദര്യ ബന്ധം. അത് മുസ്ലിം ആയാലും അമുസ്ലിമായാലും എല്ലാവരെയും സഹോദരന്മാരായി കാണുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളും ബന്ധങ്ങളും എപ്പോഴും സ്ഥാപിക്കുകയും വേണം. അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫളലും അതിൻ്റെ മഹത്വവും നാം വിവരിച്ചു. മുൻഗാമികളായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു സാഹോദര്യബന്ധം എത്രമാത്രം അതിന് പവിത്രത കൽപ്പിച്ചു എന്നും ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹു താൻ
മറവ് ചെയ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ച സ്ഥലം പോലും ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്ത സംഭവവും, അങ്ങനെ പല സംഭവവും നാം മനസ്സിലാക്കി. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തൻ്റെ സഹോദരനെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ മരണസമയത്ത് പോലും ഒരു തുള്ളി വെള്ളത്തിന് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന സമയം മരണസമയമാണ്. നമ്മൾ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ, അനുഭവിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയാണ് സത്യം. ആ സമയത്ത് പോലും തൻ്റെ സഹോദരനെ പരിഗണിച്ചു. ബഹുമാനപ്പെട്ട ഹുസൈഫത്തുൽ ഹദബി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയാണ്, യർമൂക്ക് യുദ്ധത്തിൽ എൻ്റെ പിതൃവ്യപുത്രൻ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. യുദ്ധക്കളത്തിൽ ചെന്ന് ഒരൽപ്പം വെള്ളവുമായിട്ടാണ് ഞാൻ പോയത്. അഥവാ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ, മരണാസന്നനാണെങ്കിൽ അദ്ദേഹത്തിന് അല്പം വെള്ളം കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ മുഖമൊന്ന് ആ വെള്ളം കൊണ്ട് ഒന്ന് തടവിക്കൊടുക്കണം. അങ്ങനെ ഞാൻ നടന്നു നോക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഞാൻ ചോദിച്ചു, വെള്ളം വേണോ? അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, വെള്ളം വേണം എന്ന്. ഞാൻ വെള്ളവുമായിട്ട് അടുത്ത് ചെന്നപ്പോൾ അതാ മറ്റൊരാൾ അപ്പുറത്ത് നിന്ന് ഒരു ദയനീയമായ നിലവിളി. അദ്ദേഹം വെള്ളം കുടിക്കാതെ എന്നോട് ആംഗ്യം കാണിച്ചു, ഇൻതലിഖ് ബിഹി, അങ്ങോട്ട് പോ, അവിടെ പോയി അദ്ദേഹത്തിന് വെള്ളം കൊടുക്കൂ. അങ്ങനെ ഞാൻ വെള്ളവുമായിട്ട് ചെന്നപ്പോൾ അത് ഹിസാബ് ഇബ്നുൽ ആസ്, ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസി, പ്രസിദ്ധ സഹാബിയായ അംർ ഇബ്നുൽ ആസിയുടെ സഹോദരനാണ്. അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അങ്ങേ ഭാഗത്ത് നിന്ന് മറ്റൊരു വിളി, ഒരു ദയനീയമായ കരച്ചിൽ. അദ്ദേഹം പറഞ്ഞു, അങ്ങോട്ട് പോ, അയാൾക്ക് വെള്ളം കൊടുക്കൂ, എന്നേക്കാളും വെള്ളത്തിന് ആവശ്യം അദ്ദേഹത്തിനാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം മരിച്ചു പോയിരുന്നു. ഉടൻ തന്നെ ഞാൻ ഇസാമിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഫഖദ് മാത്, അദ്ദേഹവും മരിച്ചിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ പിതൃവ്യപുത്രൻ, ഞാൻ ഒരുങ്ങിപ്പോയ എൻ്റെ പിതൃവ്യപുത്രൻ്റെ അടുത്തേക്ക് വന്നു. ഫഖദ് മാത്, അദ്ദേഹവും മരിച്ചിരുന്നു. നാം ഈ കഥയിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന്, ഇത് കഥയല്ല, ഒരു സംഭവമാണ്. ഈ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, മരണസമയത്ത് പോലും, ഒരു തുള്ളി വെള്ളത്തിന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന സമയത്ത് പോലും തൻ്റെ സഹോദരനെ, സഹജീവിയെ പരിഗണിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, അവരെല്ലാം തൻ്റെ സഹോദരനെ പരിഗണിക്കുന്നതിൽ എത്രമാത്രം പരിഗണന കാണിച്ചു എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സാഹോദര്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ്. മുസ്ലിങ്ങളാകുമ്പോൾ ഒരു പ്രത്യേകത കൂടുന്നുണ്ട് അതിന്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫീ കുല്ലി കബ്ദി റത്ബത്തിൻ അജ്ർ. എല്ലാ മനുഷ്യൻ മാത്രമല്ല, പച്ച ഹൃദയമുള്ള ഏതൊരു വസ്തുവിനോടും നമ്മൾ കരുണ കാണിച്ചാലും അതിനിക്ക് കൂലിയുണ്ട് എന്ന്. അപ്പോൾ മനുഷ്യന്റെ സാഹോദര്യം പല ഭാഗത്ത്, കുടുംബത്തെ സാഹോദര്യം, അതുപോലെ അതിൽ ഏറ്റവും പരിഗണിക്കേണ്ട, നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ബന്ധം, അത് അയൽപക്ക ബന്ധമാണ്. പലരും അയൽപക്ക ബന്ധം വേണ്ടത്ര പരിഗണിക്കാറില്ല. നാട്ടിൽ എല്ലാവരും നല്ല കൂട്ടുകാരും, നാട്ടുകാർക്ക് എല്ലാവർക്കും ഇദ്ദേഹം നല്ല ആളുമാണെങ്കിലും അയൽവാസിക്ക് ഇദ്ദേഹം വളരെ മോശപ്പെട്ട ആളാണ്. എന്തേ കാരണം? അദ്ദേഹത്തിന്റെ സ്വഭാവം. അയൽവാസിക്ക് മാത്രമേ ഒരാളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. അള്ളാഹു പറയുന്ന സൂറത്തു നിസായിൽ അള്ളാഹു പറയുന്ന ഒരു ആയത്ത് ഞാൻ ആമുഖമായി ഓതിവെച്ചു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അവനോട് യാതൊന്നും പങ്കു ചേർക്കരുത്. ശേഷം അള്ളാഹു പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന,
മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അതെല്ലാവർക്കും അറിയാം. നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, ദുന്യാവിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ മാതാപിതാക്കൾ തന്നെയാണ്. വബിദിൽ ഖുർബ, കുടുംബക്കാർ, പിന്നെ അത് കഴിഞ്ഞാൽ കുടുംബം, പിന്നെ വൽ യതാമ വൽ മസാക്കീൻ. ഇത് കഴിഞ്ഞിട്ട് പറയുന്നു വൽ ജാരിദിൽ ഖുർബ, കുടുംബക്കാരായ അയൽവാസികൾ, വൽ ജാരിൽ ജുനുബി, കുടുംബക്കാരല്ലാത്ത അയൽവാസികൾ, വസാഹിബി ബിൽ ജംബി, അടുത്ത സഹവാസികൾ, ഇവർക്കെല്ലാവർക്കും ഗുണം ചെയ്യണം. ഇന്ന് ഞാൻ ചെറുതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന നസീഹത്ത് അയൽവാസികൾക്ക് ഗുണം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അയൽവാസികൾക്ക് ഗുണം ചെയ്യുന്നതിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണാം. സുദൃഢമായ ഒരു അയൽപക്ക ബന്ധമാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. അയൽവാസികൾ 3 വിഭാഗമുണ്ട്. ഒന്ന് ജാറുൻ കാഫിർ, കാഫിറായ അയൽവാസി, അവനോട് ഒരു ബന്ധം, ഒരു ഹക്ക് അവനക്ക് നാം വീട്ടി കൊടുക്കണം. അവൻ അയൽവാസിയാണ്. അപ്പോൾ ഒരു അയൽവാസിക്ക് നൽകേണ്ട എല്ലാ കടമയും, ഇവൻ വയറു നിറക്കുമ്പോൾ അയൽവാസി പട്ടിണിയിലാണോ എന്ന് നോക്കേണ്ട ഒരു കടമ നമ്മൾക്കുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ അല്ലെങ്കിൽ അയൽവാസിക്ക് ഗുണം ചെയ്യാത്തവൻ ലാ യുഅ്മിനു, അവൻ മുഅ്മിനാവുകയില്ല എന്ന്. അപ്പോൾ അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും ആ അയൽപക്ക ബന്ധം നാം സൂക്ഷിക്കൽ നിർബന്ധമാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം ജാറുൻ മുസ്ലിം, മുസ്ലിമായ അയൽവാസി. അവിടെ 2 ഹക്ക് നാം പരിഗണിക്കണം. ഒന്ന് മുസ്ലിമാണ്, മറ്റൊന്ന് അയൽവാസിയാണ്. ഈ 2 എന്നാൽ മൂന്നാമത്തെ ഒരു അയൽവാസി ഉണ്ട്, ജാറുൻ മുസ്ലിമുൻ ഖറാബ, അയൽവാസിയാണ്, അതിനോടൊപ്പം മുസ്ലിമാണ്, അതിനോടൊപ്പം കുടുംബക്കാരനാണ്. ഈ 3 അയൽപക്ക ബന്ധം, ഹക്കുകൾ നാം പാലിക്കൽ നിർബന്ധമാണ്. അധികവും അങ്ങനത്തെ അയൽവാസികളാണ് അധിക വീട്ടിൻ്റെയും അടുത്തുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ലോക്യം ഇല്ലാത്തവരും കുടുംബക്കാരായ അയൽവാസികളോടാണ്. എങ്ങനെയെങ്കിലും ചെറിയ തെറ്റ് കുറ്റങ്ങൾ, അത് കാലങ്ങളായിട്ടിങ്ങനെ നിലനിന്ന് പോരുന്ന അയൽപക്ക തെറ്റുകളും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും, നമുക്ക് ഇസ്തിഗ്ഫാർ നൽകപ്പെടും. പക്ഷേ അയൽവാസിയുമായി തെറ്റി നിൽക്കുന്ന ഒരാളുടെ പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിക്കൂല. അവരുടെ കാര്യത്തിൽ അവിടെ പെൻഡിങ്ങിൽ വെക്കും. അവർ നന്നാവട്ടെ എന്നിട്ട് പരിഗണിക്കാം എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അയൽപക്ക ബന്ധം, ആ ഹക്കുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ആടറുത്ത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തു പോയി വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു കുടുംബത്തിനോട്, ഹദൈത്തും അൽ ജാരിനൽ യഹൂദി, നമ്മുടെ ജൂതനായ അയൽവാസിക്ക് നിങ്ങൾക്ക് അത് കൊടുത്തോ? ആ ആടിൽ നിന്ന് വല്ല മാംസവും അയൽവാസിയായ ജൂതന് കൊടുത്തോ? അങ്ങോട്ട് പറഞ്ഞു, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മാസാല ജിബ്രീൽ, നബി പറയാ, മാസാല ജിബ്രീലു യൂസൂനി ബിൽ ജാർ, അയൽവാസികളെ കുറിച്ച്, അവർക്ക് ഗുണം ചെയ്യുന്നതിനെ കുറിച്ച് ജിബ്രീൽ എന്നോട് വസിയത്ത് ചെയ്തു. അയൽവാസിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പരിഗണിക്കണം. ഏതുവരെ? ഹത്താ ലനന്തു, ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയൂരിസുഹു, അയൽവാസിക്ക് അനന്തരം കൊടുക്കും എന്ന് പറയുമോ? അനന്തരാവകാശിക്ക് ചെയ്യേണ്ട ഗുണങ്ങൾ ഇങ്ങനെ വിവരിച്ച് ജിബ്രീൽ പറഞ്ഞ് എനിക്ക് അവസാനം അയൽവാസിക്ക് അനന്തരം കൊടുക്കണം എന്ന് പറയുമോ എന്ന് വരെ ഞാൻ പേടിക്കുമാർ. ബഹുമാനപ്പെട്ട ജിബ്രീൽ എന്നോട് വസിയത്ത് ചെയ്തു എന്ന് നബി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതുകൊണ്ട് എന്തൊരു സംഗതി ഉണ്ടാക്കുകയാണെങ്കിലും അയൽവാസി ഏത് ജാതിയാവട്ടെ, ഏത് മതക്കാരനാവട്ടെ, അവനിക്ക് കൊടുക്കണം. അവനിക്ക് കൊടുക്കാതെ ഒന്നും കഴിക്കാൻ പാടില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്.
ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ വീട് മുമ്പൊന്നും മതിൽക്കെട്ടിലുണ്ടായിരുന്നു. അന്ന് മതിൽക്കെട്ടില്ലായിരുന്നു. പരസ്പരം അയൽപക്കത്തേക്ക് പെട്ടെന്ന് ഞങ്ങൾ പോകാൻ കഴിയുമായിരുന്നു. ഒരു പ്രശ്നമുണ്ടെങ്കിൽ 4 ഭാഗത്തും കൂടി ഓടാമായിരുന്നു അയൽപക്കത്തേക്ക്. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ അവസ്ഥ എന്താ? 2-3 ആളെ ഉയരത്തിലാണ് വലിയ മതിൽ കെട്ടുന്നത്. അതിന്റെ ഇടയ്ക്ക് എൻട്രൻസ് ഒരു വഴി പോലും ചില ആളുകൾ ചെറിയൊരു വഴി വെക്കും, പക്ഷെ അത് പൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. കാരണം മനുഷ്യന്മാര് പറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വഴി വെക്കുന്നത്. സത്യത്തിൽ ആഗ്രഹമില്ല. 2-3 ഉയരത്തിൽ മതിൽ കെട്ടി അയൽവാക്കിത്തി എന്ത് നടന്നാലും ഇവിടെ കേൾക്കരുത്, കേട്ടാലല്ലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ മതിൽ കെട്ടി ആ ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഇന്ന് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അയൽവാസിയെ പരിഗണിക്കുക, അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിർബന്ധ ബാധ്യതയാണ്. ഞാനും എൻ്റെ കുട്ടിയും എൻ്റെ ഭാര്യയും, ഈ ഒരു നിലപാട് അതാണ് ഇന്ന് കൂടുതൽ. അത് നാം ഒഴിവാക്കണം. ആരാണ് അയൽവാസികൾ? പല ആളുകളും പ്രസംഗിക്കാറുണ്ട്. ഒരു ഹദീസുമുണ്ട്. എന്താണ് ആ ഹദീസ്? ഒരാൾ നബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇന്നി നസൽതു മഅൽ ഖൗമിൻ വഇന്ന അഖറബഹും ഇലയ്യ ജിബാറൻ അസദ്ദുഹും ഇലയ്യ അദാ. എനിക്ക് കുറെ അയൽവാസികളുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത അയൽവാസിയാണ് എന്നെ ഏറ്റവും അധികം ഇടങ്ങാറാക്കുന്നത് എന്ന് നബിയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അവിടെ പള്ളിയിൽ പോയി ഉച്ചത്തിൽ പറയാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അലാ ഇന്ന 40 ദാറൻ ജാറുൻ. അറിയണം, 40 വീട്ടുകാർ അവർ അയൽവാസികളാണ്. മുന്നിലേക്കും പിന്നിലേക്കും 2 ഭാഗത്തേക്കും 40 വീട്ടുകാർ അയൽവാസികളാണ്. പക്ഷെ ഈ ഹദീസ് നമ്മളിൽ പല ആളുകളും അയൽപക്ക ബന്ധം എന്നുള്ള വിഷയങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ചില ആളുകൾ ഉഷാറായിട്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ 40 വീട്ടുകാരൊന്നും പരിഗണിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആരാണ് അയൽവാസി? 5 അഭിപ്രായമുണ്ട്. ഒന്ന്, 40 വീട്ടുകാർ അവന്റെ അയൽവാസികളാണ്. മറ്റൊരു അഭിപ്രായം അശർദാരി മിൻകുല്ലി ജാനിബിൻ, എല്ലാ ഭാഗത്തു നിന്നും 10 വീടുകൾ അവന്റെ അയൽവാസികളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇവൻ പ്രവർത്തിക്കാവൂ. വളരെയധികം ഗുരുതരമായിട്ട് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണത്. മൂന്നാമത്തെ അഭിപ്രായം അന്നമൻ സമിയൻ നിദാവോവജാർ, അവന്റെ വീട്ടിൽ നിന്നൊരു ബാങ്ക്, മൈക്കലല്ല ബാങ്ക് കൊടുക്കേണ്ടത്, അവന്റെ വീട്ടിന്റെ മുകളിൽ കയറി ഒരു ബാങ്ക് കൊടുത്താൽ ആരെല്ലാം കേൾക്കും? അവരെല്ലാം അയൽവാസികളാണ്. ഇത് മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം ഏറ്റവും വാതിൽ അടുത്ത ആളുകൾ, അതാണ് അവന്റെ അയൽവാസികൾ. 4 ഭാഗത്തും അവന്റെ വീടിനോട് ഏറ്റവും വാതിൽ അടുത്തവർ ആരാണോ അവരാണ് അയൽവാസികൾ. അഞ്ചാമത്തെ അഭിപ്രായം അല്ലദീ യജ്മഉഹും ഫി മസ്ജിദിൻ വാഹിദ്, ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളൊക്കെ അയൽവാസികളാണ്. ചുരുക്കത്തിൽ പല ആളുകളും പല മദ്ഹബുകാരും പലതിനെയും പ്രാമുഖ്യം നൽകിയിട്ടുണ്ടെങ്കിലും ഏറ്റവും അതിൽ നല്ല അഭിപ്രായമായി പരിഗണിക്കുന്നത് അവന്റെ വീട്ടിൽ നിന്നൊരു ബാങ്ക് കൊടുത്താൽ, അവന്റെ തൊള്ള കൊണ്ട് ബാങ്ക് കൊടുത്താൽ ആരെല്ലാം കേൾക്കുമോ അവരെല്ലാം അയൽവാസികളാണ്. അപ്പോൾ ഈ അയൽപക്ക ബന്ധം നാം പരിഗണിക്കണം. അവരെ ഒരിക്കലും ഇടങ്ങാറാക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക്, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൻ കാന യൂമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഫൽ യുക്രിം ജാറുഹു, അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അവനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അപ്പൊ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്? അത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരു അയൽവാസിയെ എങ്ങനെ പരിഗണിക്കണം? സാധാരണഗതിയിൽ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മളെ മുഖത്ത് നോക്കുമ്പോൾ എന്താ സുഖമല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് ചിരിക്കാറുണ്ട്. പക്ഷേ ആ ചിരിയും
ഒറിജിനൽ ചിരിയല്ല. നമ്മളെല്ലാം ചിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇന്ന് ശരിയായ ഒരു ഒറിജിനൽ ചിരി നമ്മുടെ മുഖത്തുനിന്ന് വരുന്നത് വളരെ അപൂർവമാണ്. ഒരു റെഡിമെയ്ഡ് ചിരി, അത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് ചുണ്ടിൽ ഫിറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും കാണുമ്പോഴും ചിരി. പക്ഷേ ഇന്ന ഫീ തബസ്സുമിക സദഖത്തുൻ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. നിന്റെ പുഞ്ചിരിയിൽ സദഖയുടെ കൂലിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് അതിന് സദഖന്റെ കൂലിയുണ്ടെന്ന്. പക്ഷേ നമ്മൾ ഓനെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും? അതുകൊണ്ടൊരു റെഡിമെയ്ഡ് ചിരി അങ്ങ് പാസ്സാക്കും. അതല്ല വേണ്ടത്. അതിലൊക്കെ ഇഖ്ലാസ് വേണം. ഇഖ്ലാസോട് കൂടെ ഒരു സഹോദരന്റെ, പക്ഷെ പലപ്പോഴും നാം ഫേസ് ചെയ്യാൻ മടി കാണിക്കലാണ്. അങ്ങാടി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അങ്ങാടിന്നോ മറ്റോ കാണുമ്പോൾ ഓനെ കാണേണ്ടി വരുമല്ലോ, ഓന്റെ മുഖത്തുകൊക്കെ ഇന്ന് ചിരിക്കേണ്ടി വരുമല്ലോ, എത്ര അടങ്ങാറാപ്പ വിഷയം. അതുകൊണ്ട് അവനെ കാണുമ്പോൾ അങ്ങാടിയിൽ നിന്ന് തിരിഞ്ഞിങ്ങനെ പോകും, കണ്ടിട്ടില്ലല്ലോ. പക്ഷപ്പം കണ്ടേണ്, അവൻ ഇവനെയും കണ്ടേണ്. എന്താ കാരണം? പരസ്പരം കണ്ടാൽ ഒന്ന് ചിരിക്കേണ്ടി വരും. എന്താ സുഖമല്ലേ? എപ്പോ അങ്ങാടിക്ക് ഇറങ്ങിയത്? ഈ രണ്ടൊരു വാക്ക് ചോദിച്ചാൽ മതി, റാഹത്തായി. പക്ഷെ ആ ചോദ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അതിൽ ശരിയുണ്ടെങ്കിൽ അതിൽ സദഖയുടെ കൂലിയുണ്ട്. പക്ഷെ നമ്മളൊക്കെ അത് അവഗണിക്കുക, എന്തേ പറഞ്ഞു പോവല്ലോ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് അയൽവാസിയെ ആദരിക്കുക. അത് ആരാ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവസാന നാൾ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ചവനാണോ അവൻ അങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിലോ അവനിക്ക് ഈമാനില്ല എന്നാണ്. അങ്ങനെ അവൻ ചെയ്യുന്നില്ലെങ്കിൽ അവനിക്ക് ശരിയായ മുഅ്മിനല്ല എന്നാണ് ആ ഹദീസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിനു. ഇതൊക്കെ നമ്മൾ കേൾക്കും, പക്ഷെ നമ്മൾ അത് പരിഗണിച്ച് അത് മനസ്സിലാക്കി കഴിയുന്നതിന് പരമാവധി നാം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. എന്നാലേ കാര്യമുള്ളൂ. വല്ലാഹി ലാ യുഅ്മിനു നബി 3 വട്ടം പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് മുഅ്മിനല്ല. വീണ്ടും പറഞ്ഞു 3 വട്ടം പറഞ്ഞു. റസൂൽ പറഞ്ഞു, ഫഖദ് ഖാബ വ ഖസിറ. അവൻ പരാജയപ്പെട്ടു നബിയെ. ആ മുഅ്മിനല്ലാത്തവൻ പരാജയപ്പെട്ടല്ലോ. ആരാണത്? വമൻ യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ ഈ പരാജയപ്പെട്ട മുഅ്മിനല്ലാത്ത പാവം? ആരാണ്? റസൂൽ പറഞ്ഞു, അല്ലദീ ലാ യുഅ്മിനു ജാറുഹു ബവാഇഖുഹു. അവന്റെ അയൽവാസി അവനെ കൊണ്ട് നിർഭയനല്ല എന്ന് പറഞ്ഞാൽ ഈ അയൽവാസി അവന്റെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇങ്ങനെ കഴിഞ്ഞു പോരുന്നത്. എങ്ങനെ അടങ്ങാറാക്കണേ? എങ്ങനെ ഓനോട് എതിർക്കുന്നത്? നമ്മളെക്കാളും ഉന്നതനാണ്, സാമ്പത്തികമായിട്ടും കഴിവ് കൊണ്ടും മറ്റുകൊണ്ടും നമ്മളെക്കാളും ഉന്നതനായ അയൽവാസിയാണ്. പക്ഷെ അവൻ പറഞ്ഞത് കേട്ടും അവനനുസരിച്ചും എടങ്ങാറായി. പടച്ചോനെ, വല്ലാത്തൊരു എടങ്ങാറാണ് അയൽവാസിനെ കൊണ്ട്. എന്താ പറയാ? എതിർക്കാൻ നിർവാഹമില്ല. നമ്മളെക്കാളും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാ നിലക്കും ഉയർന്ന അവസ്ഥയിലാണ്. അവനെ എതിർക്കാൻ നിർവാഹമില്ല. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾ, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അയൽവാസിയെങ്കിൽ ആ ഉപദ്രവിക്കുന്ന ആൾ മുഅ്മിനല്ല. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം അയൽവാസിയെ നാം ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ ഇന്ന് അയൽവാസി, പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഇടയിൽ ഇപ്പം കുറച്ച് കുറഞ്ഞീന്. മുമ്പൊക്കെ എന്താ ചെയ്യാ? അയൽവക്കത്ത് മതിലുണ്ടാകുമ്പോൾ മതിൽക്കെട്ട്, സാധാരണ സർവേ മതിൽക്കെട്ടൊന്നും ഉണ്ടാവില്ല, മൊത്തത്തിൽ ഇങ്ങനെ ഇപ്പൊക്കെ മതിൽ കെട്ടിയൊക്കെ തിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മുതലിന് നല്ല വിലയുമുണ്ട്. പക്ഷെ അന്ന് മുതലിന് അത്രമാത്രം വിലയില്ല. അതുകൊണ്ട് തന്നെ അയൽവാസി ഒരു അളവൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരിങ്ങനെ പൂള കുത്തി ഒരു കൊത്താണ് കൊത്തി ഈ പ്രാവശ്യം, അടുത്ത പ്രാവശ്യം പൂള കൊത്തുമ്പോൾ ഒരു കൊത്തും കൊത്തി, അങ്ങനെ കൊത്തി ഒരു കോലൊക്കെ ഇപ്പുറത്തേക്ക് ആയിനിപ്പം. നിർവാഹമല്ലേ, ആ കുളത്തിയതല്ലേ, എന്റെ സ്ഥലമല്ലത് എന്ന് പറഞ്ഞിട്ടാണ് അയൽവാസിയുടെ മുതലിങ്ങനെ പിടിക്കുന്നൊരവസ്ഥ. സാധാരണഗതിയിൽ ഒരു 40 വയസ്സാവുമ്പോൾ ആർത്തി കൂടും. പക്ഷെ ഇന്നതിനാം മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ആരെങ്കിലും ഒരു ചാൺ, നല്ലോണം ശ്രദ്ധിക്കേണ്ട മക്കളെ, ഇവിടുന്ന് നമ്മൾക്കിപ്പോ എത്ര കിട്ടിയാലും ഒരു ചാൺ മുതലൊക്കെ കിട്ടിയാച്ചൊന്നും പള്ളന്നറിയില്ല. പക്ഷേ അത് നമുക്ക് മരിച്ചു പോകണം എന്നുള്ള ഈ ആഖിറത്ത് കൊണ്ടുള്ള ഈഖാൻ,
വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആഖിറം കൊണ്ട് ഈഖാനുണ്ട്, ഈഖാന് വേണം. ഈ ഈമാനും ഈഖാനും വ്യത്യാസമുണ്ട്. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അവർ അന്ത്യനാൾ കൊണ്ടും ഗൈബ് കൊണ്ടും വിശ്വസിക്കുന്നു. എന്നാൽ വബിൽ ആഖിറതി ഹും യൂഖിനൂന, അന്ത്യനാൾ കൊണ്ട് ഉറപ്പ്, ആ ഉറപ്പുള്ള ആളുകൾ അത് ചെയ്യൂല. അവൻ പറയുന്നത്, എവിടെ എന്റെ ഭൂമി, അത് ഈയന് പറഞ്ഞ എനിക്കത് മതിൽ കെട്ടണം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരരുത്. ഒരു ഇഞ്ച് ഭൂമി നമ്മൾ കൊത്തി 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 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് ഖിയാമത്ത് നാളിൽ അവനിക്ക് മാല കൊടുക്കും. ആളുകൾ ഇങ്ങനെ കാണുമോ ഈ മാലട്ടാണ്ട്, ഇവൻ ആളെന്താണ്, അയൽവാസിന്റെ മുതല് പിടിച്ചെടുത്ത ആളാണ്. എത്രമാത്രം മുതല് എങ്ങനെയൊക്കെ ആളുകൾ പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അവസാനം തോന്നും വേണ്ടായിരുന്നു, കൊടുക്കായിരുന്നു. അത് പറയാനും നാണുണ്ടാവും, അതുകൊണ്ട് കൊടുക്കൂല. അവസാനം ആ മുതൽ ഉപയോഗിച്ച് മക്കൾ ഉപയോഗിക്കും. ആ മുതല് എത്രമാത്രം ആ മക്കൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. എത്രയോ ആളുകൾ ചില അവകാശങ്ങളെല്ലാം തട്ടിപ്പില് എഴുതിയെടുത്ത് വാങ്ങി അത് മക്കൾ അനുഭവിക്കുമ്പോൾ മക്കൾക്ക് കാലാകാലവും അസുഖവും മാറാത്ത ഒരവസ്ഥയിൽ എത്രയോ കുടുംബങ്ങൾ എനിക്ക് തന്നെ അറിയാം. കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ദുന്യാവിൽ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽവാസി, ഇപ്പോ ഒരു സ്ഥലം, ഈ അയൽവാക്കം എന്നൊക്കെ പറയുമ്പോഴേ അയൽവാസി നമ്മൾ തന്നെയാണ്. നമ്മളെ അയൽവാസി നമ്മളെ സഹോദരനാ, സ്വന്തം സഹോദരനെ പോലെ കാണണം. ഒരു റോഡ്, അവന്റെ വീട്ടിലേക്ക് വണ്ടി സുന്ദരമായിട്ട് കടക്കും. അവനിക്ക് റോഡുണ്ട്, അവന്റെ വീട് റോഡിന്റെ മുന്നിലാ, പക്ഷെ അയൽവാസിന്റെ വീട് ബാക്കിലാ. പക്ഷെ അവനിക്ക് റോഡില്ല, വഴിയില്ല. ഇവന്റെ മുന്നിൽ വഴി വിട്ടുകൊടുക്കണം. അത് അങ്ങനെ സുഖിക്കണ്ട. ഓന് വണ്ടി ഇറങ്ങിയിട്ട് നടന്നോട്ടെ, ഓൻ അങ്ങോട്ട് മുന്നിൽ പോയിട്ടൊന്നും ആടെ ഇറങ്ങൊന്നും വേണ്ട. ചില ആളുകളുടെ മനസ്ഥിതിയാ. ഇപ്പൊ നമുക്ക് ലൈവായിട്ട് കാണാൻ പലതും ഇപ്പോഴുണ്ട്. ഒരു റോഡ് കൊടുത്താൽ അവന്റെ ആ മണ്ണെടുത്ത് അവനിക്ക് ആ വീടിന് സൗകര്യപ്പെടുത്താം. പക്ഷെ റോഡുമ്മ കൂടെ വണ്ടി കയറാൻ സമ്മതിക്കൂല. ഞാൻ എന്റെ റോഡ് കല്ലിട്ടും പിന്നെ ശരിക്കും കോൺക്രീറ്റ് ചെയ്താണ്, അത് കേടുവരും, അതുകൊണ്ട് മണ്ണെടുക്കാൻ കഴിയാതെ ഇടങ്ങാറായി നിൽക്കുന്നു. ഇയാള് മരിക്കുന്നു. ഇപ്പോൾ മക്കൾ സമ്മതിച്ചു, വണ്ടി കയറി മണ്ണെടുത്തു. അനുഭവമാണത്. ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കുറച്ച് സ്ഥലം, ഒരു റോഡിന് സ്ഥലം, അതിന് വില സാധാരണ 2 ലക്ഷം വിലയാ. പക്ഷേ റോഡ് ആണെങ്കിൽ 8 ലക്ഷം ചോദിക്കരുത്, 2 ലക്ഷത്തിന്. കാരണം 8 ലക്ഷം കൊടുത്തും ഇവനിക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ ആ സ്ഥലം എടുക്കുന്നറിയാം. അതുകൊണ്ട് തന്നെ വില കൂട്ടി. കാരണം വഴിക്കുള്ള വില കൂട്ടണം. കാരണം സാധാരണ അങ്ങനെയാണ്. അത് ചെയ്യുന്നത് ദ്രോഹമാണ്. ശരിക്കും അവനിക്ക് വഴിക്ക് വിട്ടുകൊടുക്കണം, 5 കാശും വാങ്ങാതെ. അങ്ങനത്തെ ഒരു ഇസ്ലാമും ഈമാനൊന്നും പല ആളുകൾക്കും ഉണ്ടാവില്ല. പക്ഷേ സാധാരണ വിലക്ക് ആ നാട്ടിലെ ആ വഴിയുടെ അടുത്തുള്ള മറ്റുള്ള സ്ഥലത്തിനുള്ള വില എന്താണോ ആ വിലക്കെങ്കിലും കൊടുത്താൽ അത് വല്ലാത്തൊരു സഹായമാണ്. അത് കൊടുക്കണം. പക്ഷെ പല ആളുകളും കൊടുക്കൂല. അതിന് കൊടുക്കണത് 2 ലക്ഷം സാധാരണ സ്ഥലത്തിനില്ലേ, ഇത് വഴിയല്ലേ. വഴിക്ക് 10 ലക്ഷം ചോദിച്ചാലും 10 ലക്ഷം കൊടുക്കാൻ തയ്യാറാണ്, കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരിക്കലും സന്തോഷത്തോടു കൂടെ 10 ലക്ഷം കൊടുത്ത് ഇവൻ ആ സ്ഥലം വാങ്ങൂല. ഇങ്ങനത്തെ ഒരു അവസ്ഥ, അയൽവാസികളോട് ഇതുപോലത്തെ ദ്രോഹം ചെയ്യുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ട്. പക്ഷേ നമ്മുടെ സഹോദരങ്ങളാണ് അയൽവാസികൾ. ഇത് ഇവിടുന്നൊക്കെ അങ്ങോട്ട് നല്ല അഹങ്കാരത്തോടെ നടക്കാം. പക്ഷേ കാറ്റ് പോയാൽ കഴിഞ്ഞു സഹോദരന്മാരെ, എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അയൽവാസി ബന്ധം, അയൽപക്ക ബന്ധം, അത് ജിബ്രീൽ വസിയത്ത് ചെയ്തു അനന്തരം കൊടുക്കേണ്ടി വരും. അത്രമാത്രം പവിത്രമായി സൂക്ഷിക്കേണ്ട ബന്ധമാണ് അയൽപക്ക ബന്ധം. അയൽപക്ക ബന്ധം സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിദില്ലാഹ് അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. വല്ലദീ നഫ്സി ബിയദിഹി,
എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനു അബ്ദുൻ, ഒരു അടിമ മുഅ്മിനാവൂല ഹത്താ യുഹിബ്ബ ലിജാരിഹി, അവന്റെ അയൽവാസിക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് വരെ മാ യുഹിബ്ബു ലി നഫ്സിഹി, അവനിക്ക് ഇഷ്ടമുള്ളത്, ഒരാൾക്ക് ഇഷ്ടമുള്ള സംഗതി. എൻ്റെ മോൾക്ക് നല്ലൊരു പുതിയാപ്പളിനെ കിട്ടണം, എൻ്റെ മോന് വിജയിച്ചതുപോലെ എൻ്റെ അയൽവാസിയും നല്ല രൂപത്തിൽ വിജയിച്ച് നല്ലൊരു നിലയിലെത്തണം. ഞാൻ എടുത്ത വീട് പോലത്തെ ഒരു വീട് എൻ്റെ അയൽക്കാരനും എടുത്ത് അവനും സന്തോഷമായി ജീവിക്കണം. ഞാൻ എടുത്ത വണ്ടി പോലെ തന്നെ ഒരു വണ്ടി അവനിക്കും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണം. ഉണ്ടാവാക്കട്ടെ, അത് ഓന്റെ കാര്യല്ലേ. ഓൻ വീട് എടുക്കട്ടെ എടുക്കാതിരിക്കട്ടെ, അത് ഓന്റെ കാര്യല്ലേ. അവനിക്ക് പുതിയാപ്പിള കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അത് ഓന്റെ കാര്യല്ലേ. അതുപോരാ, ഇവനിക്ക് ഉണ്ടായതുപോലെ അവന് കൂട്ടുകാരനും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് വരെ മുഅ്മിനാവൂലാന്ന് അള്ളാഹുവിന്റെ റസൂൽ സത്യം ചെയ്ത് പറയാ. നമ്മൾ ആരാണ് സുഹൃത്തുക്കളെ? നമ്മളെ വീടിന് ഒരു വീടെടുത്താൽ അവന്റെ വീടിനേക്കാൾ 1 ഇഞ്ചിന്റെ വീട് പൊന്നണം എന്ന് ആഗ്രഹിക്കുക. അവനെടുത്ത വണ്ടിയേക്കാളും അല്പം സ്റ്റാൻഡേർഡുള്ള വണ്ടി എനിക്ക് എടുക്കണം. അവന്റെ മതിലിനേക്കാളും ഭംഗിയായ കുറച്ചും കൂടിയും ബെറ്ററായ ഒരു മതിലായിരിക്കണം എനിക്കുണ്ടാവണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു ഹദീസ്, ഈ ഹദീസ് ഒന്ന് മനസ്സിലാക്കണം. ഈ ഹദീസ് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു തൗഫീക്കിന് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കും വേണം, എന്നാലേ നടക്കുള്ളൂ. പടച്ചോനോട് പ്രാർത്ഥിക്കണം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, വലിയതിനേക്കാളും പല പ്രസംഗങ്ങളും, വലിയ കരച്ചിലോടുള്ള ഭയങ്കര പ്രസംഗം ഒക്കെ കേൾക്കും. അപ്പൊരു പരിവർത്തനം ഉണ്ടാവും, പിന്നൊക്കെ മറക്കും. മണ്ണെണ്ണ വിളക്ക് പോലെ നമ്മളെ കാര്യം. മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് കത്തും. മണ്ണെണ്ണ കഴിഞ്ഞാലോ അത് കെട്ടുപോകും. എന്താണ് ഹദീസ്? അൻ മുആവിയ റളിയല്ലാഹു അൻഹു ഖുൽതു യാ റസൂലുള്ളാഹ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, മാ ഹഖ്ഖുൽ ജാരി അലാ ജാരിഹി, എന്താണ് നബിയെ ഒരു അയൽവാസിയുമായിട്ടുള്ള ബന്ധം? ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടും, ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടൂല. ഇദസ്തആനക അയിൻതുഹു, സഹായം ആവശ്യപ്പെട്ടാൽ സഹായിക്കണം. അത് നമ്മൾ കുറെയൊക്കെ ചെയ്യലുണ്ട്, കുറെയൊക്കെ ഇല്ലാന്ന് പറയും. ഇല്ലാന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഗുരുതരമാണ്, അത് പറയാൻ പാടില്ല. സഹായിക്കണം. വൈദസ്തഖ്റൽതുക, കടം ചോദിച്ചാൽ അഖ്റൽതഹു, കടം കൊടുക്കണം. വൈദാ മരിള ഉത്തുഹു, രോഗിയായാൽ സന്ദർശിക്കണം. നമ്മൾ സന്ദർശിക്കലുണ്ട്, പക്ഷെ എന്താ അത് മോശമല്ലേ? മോശമല്ലേ? 2 അസുഖം 2 ദിവസമായി കിടക്കണേ, എന്താ ഒരു മോശമാണ്. അല്ലാതെ പടച്ചോന്റെ വജ് ഉദ്ദേശിച്ചിട്ടില്ല അയൽവാസിയെ കാണാൻ പോണത്. അതൊരു മോശമാണ്. എന്ത് വിചാരിക്കും ഞാൻ പോയിട്ടില്ലെങ്കിൽ? ആ രൂപത്തിലാണ്. വൈദാ അസാബത്തു ഖൈറൻ, അവനിക്ക് നന്മ എത്തിയാൽ ഹനൽതഹു, അവനെ അഭിനന്ദിക്കണം. മാഷാ അല്ലാ മാഷാ അല്ലാ, ഉഷാറിട്ടോ, നീ നല്ല റാഹത്തിലായല്ലോ, എനിക്ക് സന്തോഷമായി. ആ പറച്ചിലും ഇഖ്ലാസ് ഉണ്ടോ? കൂലുണ്ട്. അത് അഭിനയിച്ച് ഫോർമാലിറ്റിക്ക് പറയാൻ പാടില്ല. അതിൽ ഇഖ്ലാസ് ഉണ്ടോ? അതിൽ കൂലുണ്ട്. വൈദാ അസാബത്തുഹു മുസീബത്തുൻ, അവനിക്ക് വലിയ മുസീബത്ത് ഇടങ്ങാറെത്തിയാൽ അസൈതഹു, അവനെ ആശ്വസിപ്പിക്കണം. വൈദാ മാത്ത, അവൻ മരിച്ചാൽ അത്ബഅ ജനാസത്തുഹു, അവന്റെ മയ്യത്തിന്റെ കൂടെ പോണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പല ആളുകളും മരിച്ചാൽ ഒന്ന് പോയി കാണും, പിന്നെ ബസ് കയറിയാണ്ട് പോയും ചെയ്ത്. കാരണം കണ്ടാ മതി, വീട്ടുകാരിൽ നിന്ന് കണ്ടാൽ മതി, ഞാൻ വന്നീണല്ലോ എന്ന് അറിഞ്ഞാൽ മതി. ശരിക്കും മയ്യത്തിനെ കാണലല്ല സുന്നത്ത്. മയ്യത്തിനെ കാണുന്നതിൽ പ്രത്യേക സുന്നത്തൊന്നും ഇസ്ലാം കൽപ്പിക്കണില്ല. പക്ഷെ നാട്ടുകാരുടെ ഇടയിൽ നമ്മൾ കണ്ട് പരിചയമുള്ള ആളല്ലേ, ഒരു അവസാനം നോക്ക് കാണാൻ വേണ്ടി കാണാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുന്നത്ത് ആ മയ്യത്തിനെ കാണലല്ല, മറിച്ച് ആ മയ്യത്തിന്റെ ജനാസന്റെ കൂടെ പോയിട്ട് നിസ്കരിക്കുക. അവനിക്ക് ഒരു ഖീറാത്തുണ്ട്. ഒരു ഖീറാത്ത് കൂലി പറഞ്ഞാൽ ഉഹദ് മലന്റെ അത്രണ്ട്. ആ മയ്യത്ത് മറവ് ചെയ്യുന്ന അവിടെ പോയി എല്ലാം ചൊല്ലിക്കഴിഞ്ഞു ഓൻ തിരിച്ചു പോന്നാൽ 2 ഖീറാത്തുണ്ടെന്നാ. അത് കൂലി ഇവനിക്കാ, അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. പക്ഷെ പല ആളുകളും, നമ്മളിൽ പല ആളുകളും ഞാൻ പോലെ കുടുംബല്ലേ, അയൽവാസിയല്ലേ, എളാപ്പല്ലേ, മൂത്താപ്പല്ലേ, പോകാൻ പൂതി എന്താണ്? നിസ്കാരം കഴിഞ്ഞാണ് വേഗം പണിക്ക് പോകാനാണ്. കാരണം കുറേ സോല് മനസ്സിൻ്റെ ഉള്ളുണ്ടല്ലോ, ആ മനസ്സിൻ്റെ ഉള്ളിലെ സോല് പോയിട്ട് പോകാനാ. പക്ഷേ അവന്റെ കൂടെ പോയി അവിടെ അടങ്ങാറായി നിന്ന് അത് കയ്യിന് വരെ നിന്നതിന് വേണ്ടിയാ? കൂട്ടുകാരും കുടുംബക്കാരും കാണുമല്ലോ, ആ കാഴ്ചക്ക് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഫസ്റ്റ് ഖുത്ബയിൽ പറഞ്ഞു,
ലോകമാന്യത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് ഭയങ്കരമായ ഗുരുതരമാണ്. ഈ ഹദീസിന്റെ അവസാനം പറഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ മരിച്ചാൽ അവന്റെ ജനാസയെ പിന്തുടരുക അത് കൂലിയാണ്. വലാ യസ്തതീലു അലൈഹി ബിനാഉഹു തുജിബു അന്നുരി, കാറ്റ് തടയുന്ന രൂപത്തിൽ അവന്റെ വീടിനേക്കാളും വീട് ഉയരാൻ പാടില്ല എന്നാണ്. തന്റെ അയൽവാസിന്റെ വീടിനേക്കാളും ഉയരത്തിൽ വീട് ഉയർത്താൻ പാടില്ല. കാരണം ഈ കാറ്റ് അവന്റെ വീട്ടിലേക്ക് പോകുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ സമ്മതം കൂടാതെ. ആരാ ചോദിക്ക സമ്മതം? വീടുണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ വീട് കുറച്ചും കൂടി ഉയർത്തുന്നുണ്ട് കേട്ടോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ. ചോദിച്ചാൽ ആരും പറയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചോദിക്കൂല. അങ്ങനെ ചോദിക്കാതെ ചെയ്യാൻ പാടില്ല. വലാ തൂദിഹി ബിഖിതാരി ഖിദ്രിക ഇല്ലാ അൻ തുഗ്റഫ ലഹു മിൻഹാ, നിന്റെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, നീ ഇറച്ചിയോ മറ്റോ പാകം ചെയ്യുമ്പോൾ ആ ജനോല അടക്കണം. കാരണം അതിന്റെ വാസന അയൽവാസി കേട്ടിട്ട് അവനിക്ക് അടങ്ങേറുണ്ടാവരുത്. അവനാണെങ്കിൽ പാപം ദരിദ്രനാണ്, ഇവനാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇറച്ചിയും മറ്റും പാകം ചെയ്യുന്ന ആളാണ്. അതിന്റെ വാസന വേഗം കേൾക്കും അയൽപക്കത്തേക്ക്. അവനാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി വാങ്ങുന്ന ആളാണ്. പക്ഷേ ജനോല അടക്കണം, അറിയരുത്. കാരണം അവനിക്ക് വിഷമമുണ്ടാക്കും. എത്ര മാത്രമാണ് ഇസ്ലാമിന്റെ ദീൻ, ഇസ്ലാം ദീനിന്റെ കൽപ്പന. എന്നിട്ടാ പറഞ്ഞത് വൈനിസ്തറൈത ഫാക്കിഹത്തൻ, നീ ഒരു പഴം വാങ്ങിയാൽ ഫഅഹ്ദി ലഹു, അയൽവക്കത്തേക്ക് കൊടുക്കണം. ഒരു പഴം വാങ്ങിയാൽ അയൽവക്കത്തേക്ക് കൊടുക്കണം. ഫഇല്ലം തഗ്ഫൽ, അങ്ങനെ ചെയ്യണില്ലെങ്കിലോ ഫഅദിഖൽ ഹാസിറൻ, രഹസ്യമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കോ വീട്ടിലേക്ക്. കൊണ്ടുപോകരുത്. മുന്തിരിയോ ആപ്പിളോ മറ്റു പഴങ്ങളൊക്കെ അയൽവാസി കാണുന്ന രൂപത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. മാത്രമല്ല വലാ യുഖ്റജ് ബിഹാ വലദക, അഥവാ നീ കൊണ്ടുപോയി കൂട്ടിക്കോ, അവിടുന്ന് അവന്റെ മകനെ അല്ലെങ്കിൽ മകളെ ആ പഴം കൊടുത്ത് പുറത്തേക്ക് നീ പറഞ്ഞേക്കരുത്. ലിയഗീദ ബിഹാ വലദുഹു, ഇവന്റെ കുട്ടി കണ്ടാൽ അത് വിഷമ. പടച്ചോനെ ഓരിങ്ങനെ ആപ്പിളും മുന്തിരിയൊക്കെ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും കൊണ്ടുവന്നു, എന്റെ കുട്ടിക്ക്, ഈ കുട്ടിക്കാണെങ്കിൽ അത് കിട്ടാനുള്ള ഭാഗ്യമില്ല. കാരണം ദരിദ്രനാണ്, ആപ്പിളും മുന്തിരിയും എല്ലാ ദിവസവും വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ല. പക്ഷേ ഇങ്ങനത്തെ അവസ്ഥയിൽ അയൽവാസി കുറെ അധികം സൂക്ഷിക്കണം. അനാഥയുടെ മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാളിക്കരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധമായ മതമാണ് വിശുദ്ധമായ ഇസ്ലാം. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നാം ഏറ്റവും അധികം പരിഗണിക്കേണ്ട ഒരു ബന്ധം, എല്ലാവരും നമ്മുടെ മുസ്ലിങ്ങളാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിമിന്റെയും വേദന നമ്മുടെ വേദനയാണ്. എന്നാൽ അതിനേക്കാളും ഏറ്റവും അധികം പരിഗണിക്കേണ്ട നമ്മുടെ അയൽവാസി, ആ അയൽപക്ക ബന്ധം. ഇതൊന്നും പരിഗണിക്കുന്നില്ലെങ്കിലും തെറ്റി നിൽക്കുക പലരും. എന്താണ്, അയൽവാസിയുടെ അല്പം 5 കൂടിയാലേ 10 ആവുള്ളൂ, 5 3 കൂടിയാൽ 10 ആവൂല എന്ന് ചില ചൊല്ലുണ്ട്. കാരണം നമ്മൾ സ്റ്റാൻഡേർഡിലാണെങ്കിൽ ഭയങ്കരമായ പരിഗണനയും പോക്കും വരവും ചിരിയും മറ്റും. മറിച്ച് പരിഗണന കുറവാണെങ്കിലോ ഇവനും അവനും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരാൾക്ക് മുതൽ കൊടുത്തത് അവന്റെ ചൊർക്ക് കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരുപാട് വെളുകൊണ്ടുമല്ല. ഒരാളെ നല്ല ഭയങ്കരമായ ഐഡിയയും വെളുക്കുള്ള ആളുകളുണ്ട്, പാറ്റ ദരിദ്രനായി ജീവിക്കുന്നു. എന്നാൽ ഒരു ഐഡിയയും ഇല്ല, ഒരു വെളുവില്ല. പക്ഷെ അള്ളാഹു അവനിക്കിങ്ങനെ മുതൽ കൊടുത്തു അവനെ ഉന്നതനാക്കുന്നു, അവന്റെ ബിസിനസ് ഉയർത്തുന്നു. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ സമ്പത്ത് കൊടുക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ സമ്പന്നനാണോ അല്ലേ എന്നല്ല, നമ്മുടെ അയൽവാസി ഏത് ജാതിയാണ് എന്ന് പരിഗണിക്കാതെ അവരെ രക്ഷിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുകയും അവരോടുള്ള കടമകൾ പൂർണ്ണമായി പാലിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അയൽവാസിയോടുള്ള ഹക്കുകൾ പൂർണ്ണമായി നിർവഹിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുന്നത് കേൾക്കാനും അത് കേട്ടതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ഒരു തൗഫീഖ് നാം ഏവർക്കും നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ പല രോഗങ്ങൾ അത് മാറി പല രൂപത്തിലും പല രോഗങ്ങളും കൊണ്ടും മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ട്, പല രോഗങ്ങളും വരുന്നുണ്ട്. അള്ളാഹു മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമ്മളെ കുടുംബങ്ങളെയും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ക്യാൻസർ, മാരകമായ പല രോഗവും വഹിക്കുന്ന ആളുകളാണ് നമ്മൾ.
പക്ഷെ പലപ്പോഴും അറിയുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രക്തം പരിശോധിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ബേജാറാവും. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും കുടുംബങ്ങളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നമ്മെയും കുടുംബങ്ങളെയും അയൽവാസികളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭാര്യമാർ, മക്കൾ, അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു പ്രവർത്തകൻ, അവൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. മാരകമായ അസുഖമാണ്, വലിയ പ്രത്യേകമായ ഒരു അവസ്ഥയിലാണ്. അള്ളാഹു ആ സഹോദരൻ്റെ രോഗത്തിന് ഉടനടി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേഗം രോഗം മാറി തിരിച്ചു വന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കുവാനുമുള്ള ഒരു തൗഫീഖ് അവർക്ക് നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികവും ശാരീരികവുമായ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ആ രോഗത്തിന് ഉടനടി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.